നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ കണ്ടത് 19 ചോദ്യമാണ്. ഈ 19 ചോദ്യവും അതിൻ്റെ ഉത്തരവും ഓരോ കുട്ടികളും അത് കേൾക്കുന്ന സമയത്ത് നോട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും എഴുതണം. അതിലൊന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻ, ബട്ട് ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. വൈ ഡിഡ് ദ ബോയ് സേ സോ? വീടും പറമ്പും മുത്തച്ഛൻ്റെ സ്വന്തമായിരുന്നു, എന്നാൽ അതിഗംഭീരമായ ആ വയസ്സൻ ആൽമരം എൻ്റേതായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ബാലൻ അപ്രകാരം പറഞ്ഞത്? കുട്ടി അപ്രകാരം പറയാൻ കാരണം എന്താണ്? വീടും പറമ്പും മുത്തച്ഛൻ്റെതും അതേപോലെ തന്നെ ആ വലിയ മരം എൻ്റേതുമാണ് എന്ന് പറയാൻ കാരണം എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണ്? ദ ബോയ് സെഡ് സോ. കുട്ടി അങ്ങനെ പറഞ്ഞു ബിക്കോസ് ഹിസ് ഓൾഡ് ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് ക്ലൈംബ് ദ ട്രീ. കുട്ടിയുടെ ഓൾഡ് ഗ്രാൻഡ് ഫാദറിന് എന്തിന് പറ്റില്ല? ആ മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതിൻ്റെ ഉത്തരം ഇതാണ്. ദ ബോയ് സെഡ് സോ ബിക്കോസ് ഹിസ് ഓൾഡ് ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് ക്ലൈംബ് ദ ട്രീ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? രണ്ടാമത്തെ ചോദ്യത്തിൽ ചോദിക്കുന്നത് ഹൗ ഡിഡ് ദ സ്ക്യൂറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? ഹൗ ഡിഡ് ദ സ്ക്യൂറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? അണ്ണാൻ എങ്ങനെയാണ് കുട്ടിയുടെ ചങ്ങാതിയായി മാറുന്നത്? അണ്ണാൻ എങ്ങനെയാണ് കുട്ടിയുടെ ചങ്ങാതിയായി മാറിയത്? നമുക്കറിയാം, അതിൻ്റെ ഉത്തരം ഇതാണ്. ദ ബോയ് ഗേവ് ദ സ്ക്യൂറൽ പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. കുട്ടി ആ സ്ക്യൂറലിന് പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, കേക്കും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കൊടുത്തു. ഹിസ് ഫ്രണ്ട്ലി അപ്രോച്ച് ടുവേർഡ്സ് ദ സ്ക്യൂറൽ മേഡ് ഇറ്റ് ബിക്കെയിം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്. അതിൻ്റെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, ഒരു സുഹൃത്തിനോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറിയതുകൊണ്ടാണ് അതെന്തായി മാറിയത്? കുട്ടിയുടെ ചങ്ങാതിയായി മാറിയത്. അപ്പോൾ എങ്ങനെ എഴുതും അത്? നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ദ ബോയ് ഗേവ് ദ സ്ക്യൂറൽ പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. ഹിസ് ഫ്രണ്ട്ലി അപ്രോച്ച് ടുവേഴ്സ് ദ സ്ക്യൂറൽ മെയ്ഡ് ഇറ്റ് ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നോരോന്ന് നോക്കി എഴുതേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഡിഡ് ദ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? ചോദ്യം ഒന്നുകൂടി നോക്കുക. വാട്ട് ഡിഡ് ദ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചതെന്നാണ് അല്ലേ? എങ്ങനെ ചിന്തിച്ചത്? ചോദ്യം എന്താണ്? ഒരു മനുഷ്യനുമായുള്ള അവൻ്റെ ചങ്ങാത്തത്തെ കുറിച്ച് അണ്ണാൻ്റെ കൂട്ടുകാർ എന്നാണ് കരുതിയത്. അവയെ അങ്ങനെ ചിന്തിപ്പിക്കുവാൻ നിർബന്ധിച്ചത് എന്തായിരിക്കും? മനുഷ്യനുമായുള്ള കൂട്ടുകെട്ട് ഈ അണ്ണാൻ്റെ സുഹൃത്തുക്കൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചു, എന്തിനാണ് മനുഷ്യന്മാരുമായി ചങ്ങാത്തം കൂടിയത്? എന്താണ് അതിൻ്റെ നിർബന്ധ ബുദ്ധി എന്തായിരിക്കുമെന്നാണ്, നിർബന്ധിച്ച് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇതാണ്. ദ സ്ക്യൂറൽ വാസ് വെരി യങ്. സ്ക്യൂറൽ എന്താണ്? വളരെ യങ്ങാണ്, ചെറിയ കുട്ടിയാണ്. ഹിസ് ഫ്രണ്ട്സ് തോട്ട് ദാറ്റ് ഹി വാസ് ഡിസൊബീഡിയൻറ്റ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. അവൻ്റെ ഫ്രണ്ട്സ് വിചാരിച്ച എന്താണ്? തോട്ട് ദാറ്റ് ഹി വാസ് ഡിസൊബീഡിയൻറ്റ്, അവൻ അനുസരണയില്ലാത്ത ഒരാളാണ്. അതുമാത്രമല്ല ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, മനുഷ്യനെ വിശ്വസിക്കുന്നതിൽ അവൻ വിഡ്ഢിയാണ് എന്നാണ് അവർ കരുതിയത്. കൂടാതെ ദേ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഡേഞ്ചറസ് ഫ്രണ്ട്ഷിപ്പ് ആസ് ഹ്യൂമൻ ബീയിങ്സ് വെയർ ഓഫൺ അൺഫ്രണ്ട്ലി ടു ദം. ഇതൊരു ഡേഞ്ചറസ്, അപകടകരമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആരുമായി ഉണ്ടാക്കിയത്? മനുഷ്യനായിട്ട് ഉണ്ടാക്കിയത്. അത് ഓഫൺ അൺഫ്രണ്ട്ലി ടു ദം, അതിനെ മനുഷ്യൻ്റെ ചങ്ങാത്ത ഒഴിവാക്കാനായിട്ട് കഴിയേയില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു എന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ടാണ് അവരങ്ങനെ കരുതിയത്. അപ്പോൾ എന്താണ് ഉത്തരം? നമുക്കറിയാം, അത് 10ാമത്തെ പേജിൽ മുകളിലായിട്ട് അതിൻ്റെ ഉത്തരമുണ്ട് അല്ലേ? എന്താണ് ഉത്തരം? ദ സ്ക്യൂറൽ വാസ് വെരി യങ്. ഹിസ് ഫ്രണ്ട്സ് തോട്ട് ദാറ്റ് he was disobedient and foolish for trusting a human. They thought that it was a dangerous friendship as humans were often unfriendly to them. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 4ാമത്തെ ചോദ്യം നോക്കി. എന്താണ് 4ാമത്തെ ചോദ്യം? ഹൗ വാസ് ദ ബനിയൻ ട്രീ നോസിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ? ആൽമരം കായ്ക്കുന്ന കാലത്ത് അതൊരു ശബ്ദമുഖരിതമായ സ്ഥലമാകുന്നത് എങ്ങനെയായിരുന്നു? ചോദ്യം നോക്കുകയാണ്. 4ാമത്തെ ചോദ്യം,
ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിക് സീസൺ? വസന്തകാലത്ത് ആൽമരം ഒരു ശബ്ദമുഖരിതമായ സ്ഥലമായി മാറുന്നു. എന്തുകൊണ്ട്, എങ്ങനെ എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഡ്യൂറിങ് ദ ഫിക് സീസൺ അല്ലേ, നാലാമത്തെ അതിൽ അത് ഉത്തരം 10ാമത്തെ പേജിലാണുള്ളത്. ഡ്യൂറിങ് ദ ഫിക് സീസൺ ഓൾ കൈൻഡ്സ് ഓഫ് ബേർഡ്സ് ഫ്ലോക്ക്ഡ് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ് ടു ഈറ്റ് ദ ഫ്രൂട്ട്. ആ ഫിക് സീസണിൽ നമ്മൾ വസന്തകാലത്ത് എല്ലാ പക്ഷികളും, എല്ലാ തരത്തിലുള്ള പക്ഷികളും അതിൻ്റെ ആ മരത്തിൻ്റെ കൊമ്പിൽ വന്നിരിക്കും. എന്നിട്ടോ എന്തിനാണ് വരുന്നത്? ടു ഈറ്റ് ദ ഫ്രൂട്ട് കഴിക്കാനാണ്. ദേ ഓഫൺ കോറൽഡ് ഓവർ ഫ്രൂട്ട്സ്. അത് ഫ്രൂട്ട്സിന് വേണ്ടി അവർ തമ്മിൽ കടിപിടി കൂടും. മേക്കിംഗ് ദ പ്ലേസ് വെരി നോയ്സ്. അങ്ങനെ ആ സ്ഥലം എന്തായി മാറും? ശബ്ദമുഖരിതമായ സ്ഥലമായി മാറും. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഡ്യൂറിങ് ദ ഫിക് സീസൺ ഓൾ കൈൻഡ്സ് ഓഫ് ബേർഡ്സ് ഫ്ലോക്ക്ഡ് ഇൻ ഇറ്റ്സ് ബ്രാഞ്ചസ് ടു ഈറ്റ് ദ ഫ്രൂട്ട്. ദേ ഓഫൺ കോറൽഡ് ഓവർ ഫ്രൂട്ട്സ് മേക്കിംഗ് ദ പ്ലേസ് വെരി നോയ്സി. ഇതാണ് 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് 5ാമത്തെ നോക്കാം. എന്താണ് 5ാമത്തെ ചോദ്യം? നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് 4ാമത്തെ ചോദ്യമാണ് അല്ലേ. നമ്മൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം എന്താണ്? ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? ഹൗ ഡിഡ് ദ ബോയ്, ഇതിലിപ്പോൾ 5ാമത്തെ ചോദ്യം ഇല്ല, നിങ്ങൾ 6ാമത്താണ്. പക്ഷേ 5ാമത്തെ ചോദ്യം എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? ആ കുട്ടി എങ്ങനെയാണ് വസന്തകാലത്തെ സ്വയം ആവേശഭരിതമാക്കി മാറ്റിയത് എങ്ങനെയാണെന്നാണ്. നമുക്കറിയാം എന്താണ്. ഹീ ബിൽട്ട് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ബനിയൻ ട്രീ. അതിന് 10ാമത്തെ പേജിലാണ് അതിൻ്റെ ഉത്തരം ഉള്ളത് അല്ലേ. എന്താണ് അതിൻ്റെ ഉത്തരം? ഹീ ബിൽട്ട് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ബനിയൻ ട്രീ ആൻഡ് മെയ്ഡ് ഇറ്റ് എ കംഫർട്ടബിൾ റെസ്റ്റിംഗ് പ്ലേസ്. ആ ബനിയൻ ട്രീവിൻ്റെ നടുവിലായിട്ട് അവൻ എന്തുണ്ടാക്കി? ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ആൻഡ് മെയ്ഡ് ഇറ്റ് എ കംഫർട്ടബിൾ റെസ്റ്റിംഗ് പ്ലേസ്. അത് റെസ്റ്റിംഗ് പ്ലേസായി അവൻ മാറ്റി. ഹീ സ്പെൻഡ് ഹിസ് ടൈം ദ റീഡിങ് ബുക്സ് ആൻഡ് എൻജോയിങ് ദ സൈറ്റ്സ് ബിലോ ഈവൻ ഇറ്റ് വാസ് വെരി ഹോട്ട്. ചൂട് കാലത്ത് അവൻ എന്ത് ചെയ്യും? ഹീ സ്പെൻഡ് ഹിസ് ടൈം ദ റീഡിങ് ബുക്ക് വായിക്കാൻ വേണ്ടി അതിന് മുകളിൽ കയറിയിരിക്കും. ആൻഡ് എൻജോയിങ് ദ സൈറ്റ്സ് ബിലോ വെൻ ഇറ്റ് വാസ് വെരി ഹോട്ട്. അവർ കാണുന്ന കാഴ്ചകൾ കണ്ട് അവൻ്റെ സമയം ആസ്വദിച്ചു. അതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഹീ ബിൽട്ട് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ബനിയൻ ട്രീ ആൻഡ് മെയ്ഡ് ഇറ്റ് എ കംഫർട്ടബിൾ റെസ്റ്റിംഗ് പ്ലേസ്. He spent his time there reading books and enjoying the sights below when it was very hot. അതാണ് 5ാമത്തെ ചോദ്യം. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് 6ാമത്തെ ചോദ്യം? What was the incident that triggered a long-lasting excitement for the boy in summer? What was the incident that triggered a long-lasting excitement for the boy in summer? വസന്തകാലത്ത് ആ കുട്ടിക്ക് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ആവേശമുണർത്തിയ സംഭവത്തിന് പ്രാരംഭമിട്ടത് എന്തായിരുന്നു? ആ വസന്തകാലത്ത് കുട്ടി ഒരുപാട് ആസ്വദിച്ചു. അതിൽ തുടക്കമിട്ടത് എന്തായിരുന്നു? എന്താണ്? നമ്മൾ കണ്ടതാണ്. ദ ബോയ് happened to see a huge black cobra and a mongoose coming face to face and fighting in a clearing beneath the banyan tree. അല്ലേ. ചോദ്യം എന്താണ്? വാട്ട് വാസ് ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? അതിൻ്റെ ഉത്തരം എന്താണ്? ചോദ്യം എന്താണ്? വസന്തകാലത്ത് കുട്ടി എങ്ങനെയാണ് ആ നീണ്ടു നിൽക്കുന്ന ആവേശമുണർത്തിയ സംഭവത്തിന് പ്രാരംഭമിട്ടതെന്നായിരുന്നു. എന്താ ഉത്തരം? ദ ബോയ് ഹാപ്പൻ ടു സീ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. കുട്ടി എന്ത് കാണാൻ ഇടയാക്കി? ദ ബോയ് ഹാപ്പൻ ടു സീ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ആൻഡ് എ മംഗൂസ് കമ്മിങ് ഫേസ് ടു ഫേസ് ആൻഡ് ഫൈറ്റിംഗ് ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ബനിയൻ ട്രീ. ഇതാണ് ഉത്തരം. ദ ബോയ് ഹാപ്പൻ ടു സീ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. എൻ്റെ കുട്ടി കണ്ടു. ആരെ കണ്ടു? കോബ്രയെയും കണ്ടു. അതേ സമയത്ത് ആരെയും കണ്ടു? മംഗൂസിനെയും കണ്ടു. കമ്മിങ് ഫേസ് ടു ഫേസ് ആൻഡ് ഫൈറ്റിംഗ് ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ബനിയൻ ട്രീ. അവർ തമ്മിൽ
ഫൈറ്റ് ചെയ്യുന്നത് എവിടുന്ന് കണ്ടു? ആ ബനിയൻ ട്രീൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട്, താഴെ വെച്ചിട്ട് അവർ കടിപിടി കൂടുന്നതാര് കണ്ടു? കുട്ടി കണ്ടു. അതുതന്നെയാണ് കുട്ടിക്ക് എന്തുണ്ടാക്കിയത്? എക്സൈറ്റ്മെൻറ്റ്, ആവേശമുണ്ടാക്കിയത്. ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് 7ാമത്തെ ചോദ്യം? ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഈസ് ഓപ്പണൻറ്റ് വേർ ദ ട്രൂ വാരിയേഴ്സ്? എങ്ങനെയാണ് കോബ്രയ്ക്ക് മനസ്സിലായത്? അല്ലേ? 7ാമത്തെ ചോദ്യം ഇതാണ്. ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഈസ് ഓപ്പണൻറ്റ് വേർ ദ ട്രൂ വാരിയേഴ്സ്? മൂർഖൻ എന്താണ് കരുതിയത്? അവർ യഥാർത്ഥ പോരാളിയായിരുന്നുവോ? ആര്? നമ്മുടെ മംഗൂസ് യഥാർത്ഥ പോരാളിയായിരുന്നുവോ എന്ന് ആര് കരുതിയത്? മൂർഖൻ അല്ലെങ്കിൽ നമ്മളെ കോബ്ര കരുതിയത്. അതിൻ്റെ ഉത്തരം എന്താണ്? ദ കോബ്ര റിഗാർഡഡ് ഹിസ് ഓപ്പണൻ്റ് ആസ് എ വെരി ഗുഡ് ഫൈറ്റർ. കോബ്ര അവനെ വലിയൊരു ഫൈറ്ററായിട്ട് ആരെ കരുതി? അവന് കരുതി. ആൻഡ് ക്ലവർ ആൻഡ് അഗ്രസീവ്, ക്ലവർ ആൻഡ് ബുദ്ധിമാനായ, അതുപോലെ തന്നെ അഗ്രസീവായ, പ്രശ്നം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരാളായിരുന്നു ആര്? നമ്മളെ മംഗൂസ്. ദേ വർ ട്രൂ വാരിയേഴ്സ്. അവർ രണ്ടുപേരും എന്താണ്? ഒരു ശരിയായ വാരിയേഴ്സായിരുന്നു, വാരിയർമാരാണ്. എന്ന് പറഞ്ഞാൽ വാരിയർമാർ എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പോരാളികളാണ്. അതാണ് വാരിയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഉത്തരം എന്താണ്? ദ കോബ്ര റിഗാർഡഡ് ഈസ് ഓപ്പണൻറ്റ് ആസ് എ വെരി ഗുഡ് ഫൈറ്റർ, ക്ലവർ ആൻഡ് അഗ്രസീവ്. യെസ്, ദേ വെർ ദ ട്രൂ വാരിയേഴ്സ്. ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് 8ാമത്തെ ചോദ്യം? ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്ക് ബൈറ്റ്? പാമ്പിൻ്റെ കടിയിൽ നിന്നും കീരി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് 8ാമത്തെ ചോദ്യം. പാമ്പിൻ്റെ കടിയിൽ നിന്നും കീരി എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് 8ാമത്തെ ചോദ്യം. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, ദ ലോങ് ഹെയർ ഓൺ സ്പൈൻ സ്റ്റുഡ് അപ്പ്, ദ തിക്നെസ് ഓഫ് ഹിസ് ഹെയർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്. അല്ലേ? എന്താണ്? ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. മംഗൂസ് അതിൻ്റെ ടെയിൽ, വാലിങ്ങനെ എന്ത് ചെയ്തു? ബുഷ് ചെയ്താട് വെച്ചു. ദ ലോങ് ഹെയർ ഓൺ സ്പൈൻ സ്റ്റുഡ് അപ്പ്. അതിൻ്റെ പുറത്തുള്ള ആ ലോങ് ഹെയർ, നീണ്ട രോമങ്ങൾ ഉയർന്നവിടെ നിന്നു. ദ തിക്നെസ് ഓഫ് ഹിസ് ഹെയർ പ്രൊട്ടക്റ്റഡ് ഹിം ഫ്രം ദ സ്നേക്സ് ബൈറ്റ്. ആ മംഗൂസിൻ്റെ കട്ടിയായിട്ടുള്ള ഹെയർ ആരുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി? ആ പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത 8 ചോദ്യമാണ്. ഇനി ഒരു ചോദ്യം കൂടി. എന്താണ്? 9ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. 9ാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത് നോക്കാം. 9ാമത്തെ ചോദ്യത്തിൽ പറയുന്ന കാര്യം എന്താണ്? 1ാമത്തെ ചോദ്യമാണ്, ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ, പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ, പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. കോബ്ര നല്ലൊരു ഫൈറ്ററാണ്. അതിൻ്റെ ഫൈറ്റിംഗ്, ആ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു ടെക്നിക്ക് നമ്മൾ പാഠഭാഗത്ത് നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മൂർഖൻ ഒരു നല്ല പോരാളിയാണ് അല്ലേ? അവൻ്റെ യുദ്ധതന്ത്രങ്ങളിലൊന്നാണ് നമ്മൾ എഴുതുന്നത്. ടെക്സ്റ്റിൽ നിന്ന് എഴുതണം. എന്താണ്? ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, സ്വയിങ് സ്ലോലി ഫ്രം ദ സൈഡ് ടു സൈഡ്, ട്രൈങ് ടു മെസ്മറൈസ് ദ ഓപ്പണൻറ്റ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. അല്ലേ? അത് നമ്മൾ എത്രാമത്തെ പേജിലുണ്ട്? 11ാമത്തെ പേജിലാണുള്ളത്. 11ാമത്തെ പേജിൽ നമുക്ക് കാണാം. അതിൽ 14ാമത്തെ പേജിലാണ് 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമുള്ളത്. എന്താണ് ഉത്തരം? ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്. എതിർത്തുകൊണ്ട് കോബ്ര എന്ത് ചെയ്തു? ഉയർന്നവിടെ നിന്നു. സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. 2 വശങ്ങളിലേക്കും അങ്ങനെ മാറി മാറി നിന്നു. അതുകൊണ്ടാണ് നമ്മൾ കോബ്ര നല്ലൊരു ഫൈറ്ററാണെന്ന് പറയുന്നത്. 2 വശങ്ങളിലേക്കും അതിൻ്റെ പത്തി ഇളക്കിക്കൊണ്ടേയിരുന്നു. ട്രൈങ് ടു മെസ്മറൈസ് ദ ഓപ്പണൻറ്റ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. ആ ഓപ്പണൻ്റായിട്ടുള്ള അല്ലെങ്കിൽ എതിരാളിയായിട്ടുള്ള മംഗൂസിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? മെസ്മറൈസ്, അതിനെ മെസ്മറൈസ് ചെയ്യാണ്. അതിൻ്റെ എന്താ പറയുക, നമ്മൾ പിന്നെ അതിൻ്റെ മുഖത്ത് മൂടിക്കെട്ടുന്നത് പോലെ ഒരു മെസ്മറൈസാണ് അവർ ചെയ്തത്, കോബ്ര ചെയ്തത്. അതുകൊണ്ടാണ് കോബ്ര അതിൻ്റെ മൂവ്, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന രീതി നോക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. പക്ഷേ ഒരിക്കലും മംഗൂസ് എന്ത് ചെയ്തിരുന്നില്ല? അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല, അതിൻ്റെ പത്തിയുടെ താഴെയാണ് നോക്കിയത്. അതുകൊണ്ടാണ് മംഗൂസിനെ അതിനെ ആക്രമിക്കാൻ പറ്റിയത്. അപ്പോൾ എന്താണ് ഉത്തരം? ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ട്രൈങ് ടു മെസ്മറൈസ് ദ ഓപ്പണൻറ്റ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. അല്ലേ? നമുക്കറിയാം അത് എത്രാമത്തെ പേജിലാണ് അതിൻ്റെ ഉത്തരമുള്ളത്?
11ാമത്തെ പേജിൽ അതിൻ്റെ ഉത്തരം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ 9 ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഏകദേശം 10 ചോദ്യം കൂടിയുണ്ട്. 19 ചോദ്യമാണുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ ചോദ്യഭാഗം ശ്രദ്ധിച്ചതിന് ശേഷം എല്ലാ കുട്ടികളും അത് നോട്ട് ബുക്കിലേക്ക് മാറ്റുക. നോട്ട് ബുക്കിലേക്ക് മാറ്റിയതിന് ശേഷം 9 ചോദ്യത്തിൻ്റെ ഉത്തരം നോട്ട് ബുക്കിൽ മാറ്റിയതിന് ശേഷം ഈ ചോദ്യത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.